തമിഴ് മണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. കന്യാകുമാരി ജില്ലയിൽ ഇത്തവണ വൻ മുന്നേറ്റം ലക്ഷ്യമിട്ട BJP 6 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയുമായി. NDA സഖ്യം സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നും തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്നും NDA നേതൃത്വം പറയുന്നു. വിവരങ്ങളുമായി കന്യാകുമാരിയിൽ നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, കന്യാകുമാരി എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? മനോജ് പ്രതീക്ഷിച്ച ചോദ്യം ഇതല്ല. തീർച്ചയായും തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കന്യാകുമാരി. മനോജിന് ചൂടുണ്ട്, ആവേശമുണ്ട്, എല്ലാം ഉണ്ട്. ചൂടിലാണ്. അതിൽ 6 മണ്ഡലങ്ങളിലും നമ്മൾ വിവിധ മണ്ഡലങ്ങളിലേക്ക് തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണവും അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും ഒക്കെ കാണുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം അങ്ങനെ കൊഴുക്കുകയാണ്. സാധാരണ കേരളത്തിലെ പോലെയല്ല. അതായത് റോഡുകളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുകളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ കൊടിതോരണങ്ങളോ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രചരണ യാത്രകൾ നടക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികൾ വീടുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുന്നണികളൊക്കെ തന്നെ വലിയൊരു പടയൊരുക്കത്തിലാണ്. ഭരണം നിലനിർത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സ്റ്റാലിൻ സർക്കാരും അതോടൊപ്പം തന്നെ DMKയും അവരോട് കൂട്ടുമുന്നണിയായിട്ടുള്ള കോൺഗ്രസും CPM-ഉം SDPI ഒക്കെ. അതേസമയം തന്നെ ഈ ഭരണത്തിന് അറുതി വരുത്തുവാനുള്ള ഒരു പടയൊരുക്കം അത് AIADMKയും അതോടൊപ്പം തന്നെ BJP സഖ്യവും നടത്തുന്നു. ഒരു വശത്ത് കന്നിയംഗം കുറിച്ചുകൊണ്ട് TVK സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണമാറ്റം വേണമെന്നുള്ള ആവശ്യവുമായി തന്നെയാണ് NDA നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ DMK ഭരണത്തിൽ, അതായത് MK സ്റ്റാലിൻ്റെ ഭരണത്തിൽ ക്രമസമാധാനമില്ലാതെ പോകുന്നു, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാതെ പോകുന്നു, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ജനങ്ങൾ തന്നെ തുറന്നു പറയുകയാണ്. എന്തായാലും തമിഴ്നാട്ടിൽ 234 മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 27 സീറ്റുകളിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്, 28 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ DMK സഖ്യം, അതോടൊപ്പം AIADMK സഖ്യം. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, SDPIക്ക് ഒരു സീറ്റ് DMK നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നന്നിലം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് SDPIയുടെ തമിഴ്നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നത്. അത്തരത്തിൽ മതവർഗീയ ശക്തികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് DMK മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഹിന്ദുത്വ വിരുദ്ധ ലേബൽ എന്ന് പറയുന്ന ആ ഒരു പ്രചരണം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുന്നണികളെല്ലാം ഒത്തുചേർത്തുകൊണ്ടാണ് DMK പോകുന്നത്. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഒക്കെ രണ്ടാണെങ്കിൽ ഇവിടെ ഒന്നായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ ഈ കേരളത്തിനുള്ളിൽ SDPയുടെ പിന്തുണ അത് രഹസ്യമായാണെങ്കിൽ ഇവിടെ പരസ്യമായി ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും വലിയൊരു പടയൊരുക്കം തന്നെയാണ് നടക്കുന്നത്. ഈ ഏപ്രിൽ 23-നാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഈ സമയത്ത് കൃത്യമായും അറിയാൻ സാധിക്കും. SDPയുടെ കൊടി മാത്രമേ ഉള്ളൂ. ആ SDPയുടെ കൊടിയിൽ ആ ബഹളത്തിൽ അങ്ങ് മുങ്ങിപ്പോയിരിക്കുകയാണ് കോൺഗ്രസും അതുപോലെ CPM-ഉം ഒക്കെ. മനോജ്, ഒരു കാര്യം അറിയാനുള്ളത്, അതായത് ഈ നിയമസഭയിലും ലോക്സഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം അല്ലെ, ആ ബില്ല് അത് അട്ടിമറിച്ചിരിക്കുകയാണ്. അത് നിയമമാകുന്നതിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഇന്ത്യ മുന്നണി. ഇന്നലെ സ്റ്റാലിൻ്റെയൊക്കെ വലിയ പ്രകടനമായിരുന്നു. ആ ബില്ല് കത്തിക്കുന്നു, കറുപ്പ് ധരിക്കുന്നു, DMKയുടെ MP-മാർ കറുപ്പ് ധരിച്ചാണ് ലോക്സഭയിലെത്തിയത്. ഇതെല്ലാം ഒരു ഗിമ്മിക്കാണ്. നോക്കൂ, സ്ത്രീകൾ അവർക്ക് കൂടുതൽ അതായത് ഈ നിയമസഭയിലും അതുപോലെ പാർലമെൻറ്റിലൊക്കെ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് തടസ്സം നിന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് DMK. ഈ ഒരു വിഷയം എത്രത്തോളം തമിഴ്നാട്ടിൽ എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ്. DMKയുടെ സാധ്യതകളെ എത്രത്തോളം ബാധിക്കും? ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഏത് ബില്ല് കൊണ്ടുവന്നാലും അതിനെ കണ്ണടച്ച് എതിർക്കുക എന്നുള്ളതാണ് DMKയുടെ ഒരു സമീപനം. അതുതന്നെയാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് DMK ശക്തമായി കേന്ദ്ര സർക്കാർ എന്ത് തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നാലും ഏത് തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ കൊണ്ടുവന്നാലും അതിനെയൊക്കെ കണ്ണടച്ചുകൊണ്ട് എതിർക്കുക എന്നുള്ളതാണ്. അതായത് അതിനുള്ളിൽ എന്താണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായത്, അല്ലെങ്കിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് സംരക്ഷണമേകിക്കൊണ്ട് അവരുടെ പ്രാതിനിധ്യം കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഈ ബില്ലിനെ പോലും കണ്ണടച്ച് എതിർക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. അതായത് കേന്ദ്ര സർക്കാരിനെ ഇത്തരത്തിൽ എതിർത്താൽ മാത്രമേ തങ്ങളോട് മറ്റുള്ളവരൊക്കെ ഒന്നു ചേർന്ന് നിൽക്കൂ എന്നുള്ള ഒരു മനോഗതിയാണ് ഈ DMK നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഇവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമെന്നതിൽ മാറ്റമില്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് പോലും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. പഴയതുപോലെയല്ല. അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്ക് ഈ വോട്ട് ചെയ്യുമ്പോഴും
അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കാണുമ്പോഴും ഏത് തരത്തിലാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ നാടിനെ നയിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിവുണ്ട്. അത് തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ പ്രതികരണത്തിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. ഈ വനിതാ സംവരണ ബില്ലിനെ പോലും സാധാരണപ്പെട്ട ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രതികരണത്തിലൂടെയൊക്കെ ലഭ്യമാണ്. അവർ പറയുന്നുണ്ട്, അതായത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിനെ എന്തിനാണ് ഇവരൊക്കെ എതിർക്കുന്നത് എന്നത്. അതായത് ഒരു കാര്യവുമില്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്രം കൊണ്ടുവരുന്ന ബില്ലുകളെ ഈ കണ്ണടച്ചെതിർക്കുന്ന സമീപനം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികൾ, അതായത് ഇന്ത്യ മുന്നണി തന്നെ ഇത്തരത്തിൽ ഒരു സമീപനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ പലതിലും അത് ഉദാഹരണമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഡി എം കെയുടെയൊക്കെ നിലപാട് അത് കൃത്യമായും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും. ഇപ്പോൾ കന്യാകുമാരി ജില്ല തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ DMK സ്ഥാനാർത്ഥികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലം കന്യാകുമാരി മണ്ഡലമാണ്. അവിടെ നേരത്തെ വിജയിച്ചിട്ടുള്ളത് AIADMKയുടെ MLA ആണ്. അത്തരത്തിൽ സിറ്റിംഗ് MLAമാർ ഇവിടെ ഈ സഖ്യത്തിനുണ്ട് എന്നുള്ളതാണ്. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറെ അടിത്തറയുള്ള ഒരു മണ്ണുകൂടെയാണ്. BJPക്ക് MLA ഉള്ള സ്ഥലമാണ് നാഗർകോവിൽ. MR ഗാന്ധിയാണ് MLA. MR ഗാന്ധി തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരം അങ്ങനെ തന്നെ ശക്തമാകുകയാണ്. അത് തമിഴ്നാട്ടിലെ മറ്റിടങ്ങളിലേക്ക് പോകുമ്പോഴും അത് തന്നെയാണ്. DMKയെ എതിർത്ത് നിൽക്കാൻ ആകെ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് ഈ AIADMKയും അതോടൊപ്പം തന്നെ BJP സഖ്യം ശരി മനോജ്, വിവരങ്ങൾ തന്നെയാണ്. വ്യക്തമാണ്. തമിഴ് മണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. കന്യാകുമാരി ജില്ലയിലാണ് ഇത്തവണ വൻ മുന്നേറ്റം ലക്ഷ്യമിട്ട് BJP ഒരുങ്ങുന്നു. അപ്പുറത്ത് വശത്ത് ശക്തമായ സ്റ്റാലിൻ വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. പ്രവചനാതീതമാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് മണ്ണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കൊല്ലത്ത് നിന്ന് മനോജ് കുറച്ച് നാളുകളായി ഇപ്പോൾ കന്യാകുമാരിയിലാണ്. അപ്പോൾ കന്യാകുമാരിയുടെ എല്ലാ ആവേശവും അതേപടി ഒപ്പി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി മനോജ്.